ദീപക്, വെൽക്കം. നമ്മൾ ഇത്രയും നേരം വ്യായാമത്തെ കുറിച്ച് ദീപക് ഓടാൻ വന്നതിന്റെ ഇടയിൽ രണ്ട് തമാശ പറയുവാണോ എന്ന് എനിക്ക് അങ്ങനെ സംശയം. കയറിയതാണോ? അങ്ങനെ കയറിയാണോ? ഓടുന്നതിനിടയിൽ രണ്ട് തമാശ. ഓക്കെ ഓക്കെ. അപ്പൊ ട്രിവാൻഡ്രത്ത് നിന്നാണ് എത്തിയിരിക്കുന്നത് അല്ലേ? എനിക്ക് ഭയങ്കര ഹാപ്പി, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കേട്ടോ അതെ, ട്രിവാൻഡ്രത്ത് നിന്ന് എന്റെ നാട്ടിൽ നിന്ന് ഒരാൾ എത്തിയല്ലോ. ആ, നിങ്ങൾ മറ്റേ ദേശസ്നേഹം അടിപൊളി. ആ, തിരുവനന്തപുരത്ത് എവിടെയാണ്? കുമാരപുരം. കുമാരപുരം. പൊളിക്കും. നല്ല കോൺഫിഡന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. പൊളിക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഹലോ, ഹായ്, ഞാൻ ദീപക്. ദീപക്, നമസ്കാരം. ട്രിവാൻഡ്രത്തിൽ നിന്നാണ്. ഞാൻ 3 വർഷമായിട്ട് സ്റ്റാൻഡപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അഹങ്കാരമൊന്നുമില്ല. കാരണം അഹങ്കരിക്കാൻ ഒരു മിനിമം ക്വാളിറ്റി വേണ്ടേ. അതെ, അത് വേണം. ഇപ്പൊ പറഞ്ഞ സാധനം തന്നെ വിനയത്തിന് ആവശ്യമുണ്ട്. വിനയത്തിന്, അതായത് വിനയത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് നല്ല വിനയമാണെന്ന് പറയുമല്ലോ. നിങ്ങൾക്ക് എപ്പോൾ വിനയം കാണിക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അഹങ്കരിക്കാനുള്ള സാധനം ഉണ്ടെങ്കിൽ മാത്രമേ വിനയത്തിന് വിലയുള്ളൂ. നിങ്ങൾ വേണേൽ ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ ചെരുപ്പിടാതെ നടന്നു എന്നോർത്തൊരാളും വിനയമാണെന്നൊന്നും പറയത്തില്ല. പക്ഷെ നിങ്ങൾക്ക് നല്ല ഷൂസും കാറും ഒക്കെ ഉണ്ട്, എന്നിട്ടും നിങ്ങൾ ചെരുപ്പിടാതെ നടന്നെങ്കിലേ നിങ്ങൾക്ക് വിനയമെന്ന് പറയുള്ളൂ. അപ്പോൾ എത്രയോ പേര് സാധാരണ ഭക്ഷണം കഴിക്കുന്ന ഒരു കുഴപ്പമില്ല. പക്ഷെ നല്ല ഭക്ഷണം കഴിക്കാൻ ആസ്തിയുള്ളവൻ സാധാരണ ഭക്ഷണം കഴിച്ചാൽ അത് വിനയമാവും. അപ്പം അഹങ്കരിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അഹങ്കരിക്കാനും വിനയം കാണിക്കാനും പറ്റുള്ളൂ. പക്ഷേ വളരെ വിനയത്തോടെ പറയട്ടെ, എനിക്ക് ഫാൻസൊക്കെ ഉണ്ട്. ആ രണ്ടുപേരും എന്നെ പറ്റി ഭയങ്കര ഒപ്പീനിയനാണ്. പിന്നെ അച്ഛനും അമ്മയാകുമ്പം അവർക്ക് വേറെ ചോയ്സ് ഒന്നും ഇല്ല. പറയാൻ പറ്റുള്ളൂ. ഞാൻ ലോകത്ത് പല ഭാഗങ്ങളിൽ സ്റ്റാൻഡപ്പ് ചെയ്തിട്ടുണ്ട്. 2 മാസം മുമ്പ് കൊച്ചിയിൽ വന്നു. കൊച്ചിയിൽ സ്റ്റാൻഡപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ കോമഡിയാണെന്ന് ആർക്കും തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറെ ഉള്ളിടത്ത് സ്റ്റാൻഡപ്പ് ചെയ്യാൻ പോകുമ്പം അവിടുത്തെ ആൾക്കാർ ചിരിക്കാനാണ് പറഞ്ഞത്. അവർ വന്ന് കാണുന്നു, കുടുകുടാന്ന് ചിരിക്കുന്നു, പോയി കിടന്നുറങ്ങുന്നു. പക്ഷെ മലയാളികൾ സ്റ്റാൻഡപ്പ് കാണാൻ വരുന്ന ഷാജൻ ചേട്ടൻ ഇരിക്കുന്ന പോലെ വീട്ടിൽ നിന്ന് ഒരു 8 കിലോ മസിലും എടുത്ത് നമ്മളെ ജഡ്ജ് ചെയ്യാനാണ് പറഞ്ഞത്. ഈ പരിപാടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ജഡ്ജ്മെന്റ് ഇല്ല. നമ്മൾ വർത്തമാനങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ പറയും, നമ്മൾ പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അല്ലാതെ നിങ്ങൾ ആരെങ്കിലും ചെയ്ത എന്തെങ്കിലും ഒരു സംഭവത്തിന് ഇവിടെ നമ്മൾ ഇരുന്നു കൊണ്ട് അതിനെ ജഡ്ജ് ചെയ്ത് കീറി മുറിച്ചുള്ള വിശദീകരണം ഇവിടെ ഇല്ല. എൻ്റെ അടുത്ത് ആൾക്കാർ പറയാറുണ്ട്, ഇതിൻ്റെയും കാട്ടി നല്ല തമാശ വാട്സാപ്പിലുണ്ടല്ലോ. നീ ഒരു മിമിക്രി കാണിക്കും, മിമിക്രി പോലും അറിഞ്ഞുവിടും. പക്ഷെ മലയാളികൾ അഭിമാനികളാണ്. എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു സോമൻ മാമനുണ്ട്. സോമൻ മാമൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിധി കിട്ടിയതിന് ശേഷം അതിൻ്റെ ഒരേ തള്ളാണ്. സോമൻ വന്നിട്ട്, ഡേ കൊച്ചു, നീ അറിഞ്ഞാ 90,000 കോടി തിരുവനന്തപുരം റിച്ചടേ. ഞാൻ മാമനോട് ചോദിക്കും, മാമൻ കഴിഞ്ഞ വർഷം ഒരു 5,000 രൂപയുടെ സ്മാർട്ട് ഫോൺ മേടിച്ചല്ലോ, അതിൻ്റെ EMI അടച്ചാ? എന്ത് ചെയ്യാനാടേ, ഈ കൊറോണയെ കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെന്തൊരു വർത്താനം മാമ, നിധി ഇരിക്കല്ലേ, പോയി എടുക്കാത്തെന്ത്? ഇപ്പം എൻ്റെ ജീവിതത്തിലെ പ്രധാന പ്രശ്നം ഒന്ന് പറഞ്ഞ രണ്ടാമത്തത് കല്യാണം. എൻ്റെ അച്ഛൻ എന്ന് പറയണമെന്ന് പറഞ്ഞാൽ, മകനെ നമുക്കൊരു കല്യാണമൊക്കെ കഴിക്കണ്ടേ, ഇങ്ങനെ ജീവിതത്തിൽ സുഖങ്ങൾ മാത്രം അനുഭവിച്ചാൽ പോരല്ലോ. അപ്പോൾ എൻ്റെ അമ്മ അകത്തിന്ന് പറയും, ദേ മനുഷ്യ ഞാൻ അങ്ങോട്ട് വരുവേ. അപ്പോൾ തമാശ 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 തമാശ. അങ്ങനെ ഞാൻ സ്വന്തമായിട്ടൊരു വീടെടുത്ത് മാറാമെന്ന് തീരുമാനിച്ചു. പക്ഷേ ഞാൻ ഈ പുതിയ വീട്ടിൽ പോയപ്പോൾ അവിടെ ഭയങ്കര എലിശല്യം, ഒരു രക്ഷയില്ല. അങ്ങനെ ഞാൻ എലിയെ പിടിക്കാൻ കെണി വച്ചു, വിഷം വച്ചു, പെസ്റ്റ് കൺട്രോളിനെ വിളിച്ചു. എന്നിട്ടും എനിക്ക് എലിയെ പിടിക്കാൻ പറ്റിയില്ല. ഇതൊരു സാധാരണ അങ്ങനെ പെട്ടെന്ന് തോറ്റു കൊടുക്കുന്ന ഒരു എലിയല്ലായിരുന്നു. ഇത് എൻ്റെ മാസ്റ്റർ പ്ലാനുകളെല്ലാം ഇടിച്ച് തകർക്കുന്ന ഒരു മുഹമ്മദ് അലിയാണെന്ന് തോന്നുന്നു. അവസാനം ഈ എലി പ്രശ്നം സോൾവ് ചെയ്യാൻ, ഈ മുഹമ്മദ് അലീനെ കൊല്ലാൻ ഞാൻ ഒരു പൂച്ചേനെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു വശത്ത് മുഹമ്മദ് അലിയും മറ്റേ വശത്ത് അച്ഛൻ്റെ പുച്ഛവും, രണ്ടിനും നൈസ് ഒരു സൊല്യൂഷനാണ്, ഒരു പൂച്ചയെ നോക്കാം. അങ്ങനെ ഞാനൊരു പൂച്ച എടുത്തു. ഒരാഴ്ചക്കകത്ത് എൻ്റെ മിനിമോൾ, എൻ്റെ എല്ലാമായ മിനിമോൾ മരിച്ചുപോയി. എങ്ങനെയാ പൂച്ച മരിച്ചത്? എലിവശം കഴിച്ചു. ഞങ്ങളുടെ ഈ വീടിനടുത്ത് ഒരാൾ ഗൾഫിൽ പോയപ്പോൾ ഭാര്യ പൂച്ചയെ മേടിച്ചു, 2 പൂച്ചയെ മേടിച്ചു. ഭർത്താവ് ഗൾഫിൽ പോയപ്പോൾ ഒരു കൂട്ടിന് വേണ്ടി മേടിച്ചതാണ്. പൂച്ച പ്രസവിച്ചു, 2 കുഞ്ഞുങ്ങളായി. അത് പ്രസവിച്ചു, 4 കുഞ്ഞുങ്ങളായി. എന്തിനു പറയുന്നു, ഇയാളൊരു 2 വർഷം കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഒരു 10-40 പൂച്ച വീട്ടിൽ. എണ്ണാൻ പറ്റത്തില്ല, നിരന്ന് നിന്നാലല്ലേ എണ്ണാൻ പറ്റുള്ളൂ. ഇയാൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പൂച്ച അങ്ങോട്ട് പോകും, അങ്ങോട്ട് പോയി വേറൊരു പൂച്ച ഇങ്ങോട്ട് വരും. എല്ലാം ഏതാണ്ട് ഒരുപോലെ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഭാര്യയോട് പറഞ്ഞു, ഇതിൽ കുറച്ചെണ്ണത്തിനെ കൊണ്ട് കളഞ്ഞില്ലെങ്കിൽ നമുക്കൊരു കുടുംബജീവിതം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കുമ്പോൾ ഭാര്യ പറഞ്ഞു, അല്ല നമ്മൾ വളർത്തുന്നല്ലേ, ഇനി കളയാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഭാര്യ അറിയാതെ ഇയാൾ ഓരോന്നിനെ കൊണ്ട് കളയാനായിട്ട് തീരുമാനിച്ചിട്ട് ആദ്യം തന്നെ ഒരു ബിഗ് ഷോപ്പർ വെച്ചിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പൂച്ചേനെ പിടിച്ച് അതിനകത്തിട്ടിട്ട് കെട്ടി സൈക്കിളെ വെച്ച് കിലോമീറ്റർ കണക്കിന് 10 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി ഇതിനെ 10 കിലോമീറ്റർ അപ്പുറമുള്ള പെരുവാന്ന് പറഞ്ഞ സ്ഥലത്ത് ചന്തയുടെ ബാക്കിൽ കൊണ്ട് അഴിച്ചു വിട്ടു പൂച്ചേനെ. പുള്ളി സൈക്കിൾ ചവിട്ടി വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പൂച്ച തോടിയാടി വീടിയാടി നേരെ ഇവരുടെ വീട്ടിൽ തിരിച്ചെത്തിയിട്ട് വീടിൻ്റെ സിറ്റൗട്ടിൽ കസേരയിൽ കയറി പൂച്ച ഇങ്ങനെ യാത്ര ചെയ്തതിന് ക്ഷീണത്തിൽ ഇങ്ങനെ കിടക്കുമ്പം ഇയാൾ സൈക്കിൾ ചവിട്ടി വെച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് കയറി പോകുമ്പോൾ കസേര കിടക്കുന്ന ഈ പൂച്ചനെ ഇങ്ങനെ നോക്കിയിട്ട്, മറ്റവൻ്റെ സ്ഥിതി കണ്ടല്ലോ, അടുത്തത് നീയാന്ന്. ഞാൻ വീട്ടിൽ പോയി എന്ത് പ്രശ്നം പറഞ്ഞാലും
അച്ഛൻ ഉടനെ ഒരു ലോട്ടറി ടിക്കറ്റ് പോലെയാണ്, നീ കല്യാണം കഴിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അച്ഛൻ്റെ അടുത്തിട്ട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞ്, നീ ഒന്ന് കല്യാണം കഴിക്കുക, എന്നിട്ട് വേണം എനിക്കൊന്ന് സമാധാനമായിട്ട് മരിക്കാൻ. ഇതെന്താ എൻ്റെ സമാധാനം കളഞ്ഞിട്ട് വേണം അച്ഛന് സമാധാനമായിട്ട് മരിക്കാൻ? അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് ചോദിക്കും, എടാ എനിക്ക് വല്ലതും ഉണ്ടായ എന്നെ ആര് നോക്കും? എന്നെ നാട്ടുകാർ നോക്കും. എല്ലേ തന്നെ നമ്മുടെ വീട്ടുകാരുടെയും കാട്ടി കൂടുതൽ നമ്മളെ വാച്ച് ചെയ്യണ നാട്ടുകാരല്ലേ. ഞാൻ എന്ത് ചെയ്യുന്നു, എങ്ങോട്ട് പോകുന്നു, അടിയുണ്ടോ, വെള്ളമടിയുണ്ടോ, ഇന്നലെ ബൈക്കിൽ പോയപ്പോൾ ബൈക്കിൻ്റെ പിറകെ പെണ്ണുണ്ടോ എന്നുള്ള സംശയം. അങ്ങനെ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരുടെ A-Z CCTV പോലെ 24 മണിക്കൂർ നോക്കുന്നതല്ലേ നാട്ടുകാരുടെ പരിപാടി. അങ്ങനെ ഞാൻ അവസാനം സമ്മതിച്ചു, ശരി ഞാൻ കല്യാണം കഴിക്കാം. അപ്പോൾ ഇപ്പോൾ അച്ഛൻ ഒരു മാട്രിമോണിയൽ പ്രൊഫൈലുണ്ടാക്കി അച്ഛൻ അയച്ചു തരുന്ന പെണ്ണുങ്ങളെ വിളിക്കുന്നതും അവരെ പോയി കാണുന്നതാണ് ഇപ്പോൾ എൻ്റെ മെയിൻ പണി. പക്ഷേ ഇതിപ്പോൾ 2-3 മാസമായി. എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ ഈ അറേഞ്ച്ഡ് മാരേജ് കഴിക്കാൻ പോകുന്നത് കടയിൽ പോയി ഒരു ഷെട്ടി മേടിക്കണ പോലെയാണ്. പെട്ടെന്ന് നമുക്ക് ജെട്ടിയുടെ സൈസ് മനസ്സിലുണ്ടാവില്ല. അപ്പോൾ നമ്മൾ കടയിൽ കയറി പോകുമ്പോൾ, പക്ഷെ അവിടുത്തെ കൗണ്ടറിലെ ചേട്ടന് ഭയങ്കര കോൺഫിഡൻസ് ആണ്. നമ്മളിങ്ങനെ കടയിൽ കയറി പോകുമ്പോൾ അങ്ങനെ ഇങ്ങനെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് പറയും, 100 എടുത്തോ, കറക്റ്റാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിട്ട് പറയും, ഇത് എങ്ങനെ പറയണം, താഴെ പോലും നോക്കിയില്ലല്ലോ, ഇത് ഈ മൂക്കിൻ്റെ പാലം വെച്ചാണോ പറയുന്നത്? അപ്പോൾ നമുക്ക് ഇട്ട് നോക്കാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഇഷ്ടപ്പെട്ട് നമ്മൾ മേടിച്ചുകൊണ്ട് വരുവാണെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. താങ്ക് യു, ദാറ്റ്സ് മൈ ടൈം. ഓക്കെ ദീപക്, വെൽ പെർഫോംഡ്. പ്രൊഫഷണലായിട്ട് സ്റ്റാൻഡപ്പ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ചെയ്യാം. ഇവിടെ നമുക്ക് ഇപ്പം നിലവിൽ സ്റ്റാൻഡപ്പ് കോമഡിക്ക് അതിന് മാത്രമുള്ള റിക്വയർമെന്റ് കേരളത്തിൽ വരുന്നുണ്ടോ? ഇല്ല, വരുന്നില്ല. അപ്പോൾ നിങ്ങളെ എങ്ങനെയാണ് ആൾക്കാർ തേടി പിടിച്ച് കണ്ടുപിടിച്ച് എത്തുന്നത് പരിപാടിക്ക് വേണ്ടിയിട്ട്? ഇവിടെ ഇപ്പോൾ ഇംഗ്ലീഷ് ചെയ്യുന്ന, ഞാനും ഇംഗ്ലീഷിലാണ് കുറച്ചാളായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കൊച്ചിൻ കോമഡി പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു കളക്റ്റീവ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓപ്പൺ മൈക്സ് നടത്താറുണ്ട്. തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഓപ്പൺ മൈക്ക് നടത്താറുണ്ട്. പിന്നെ ഒരു ലെവൽ ക്വാളിറ്റി, പിന്നെ അതിൽ നിന്ന് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് പബ്ലിസിറ്റിയൊക്കെ കൊടുത്ത് നമ്മൾ ഒരു ലെവൽ നമുക്ക് ഷോ ചെയ്യാനുള്ള കോൺഫിഡൻസ് ആകുമ്പം ഷോ ചെയ്ത് തുടങ്ങാനാണ് പ്ലാൻ. പക്ഷേ ഒരു ലോങ് ടേം സാധനമാണ്. നമ്മുടെ ഓപ്പൺ മൈക്കിന് പോലും ആൾക്കാർ ഭയങ്കര കുറവാണ് വരുന്നത്. എന്നാലും പക്ഷേ നിങ്ങൾ കൂടുതലും ചെയ്യുന്നത് ഇംഗ്ലീഷിലാണ്. ഞാൻ ഇംഗ്ലീഷിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ഇതിനു വേണ്ടിയാണ് ഞാൻ മലയാളത്തിൽ ചെയ്യുന്നത്. ഒരു കോമഡി പറയാമോ ഇംഗ്ലീഷിൽ ഒരെണ്ണം പറഞ്ഞോളൂ. ഞാൻ ജസ്റ്റ് തുടക്കം ചെയ്യണ്ട, 2-3 മിനിറ്റ്. Hi, my name is Deepak Mohan. I want to be the second best comic from Kerala after Shashi Tharoor. So give me a cheer if you have seen his special on Amazon Prime, his 5 minutes video. My dream in stand-up is to kill someday like him, not my wife, but in stand-up. ഒരു കാര്യം ഞാൻ പറയാം, ഇത്രയും നേരം പറഞ്ഞല്ലോ, ഇത്രയും പേരെ നിങ്ങൾ പറഞ്ഞപ്പോൾ നമ്മളുടെ ഇവിടെ നിന്ന് കൈയടിച്ചവരൊക്കെ തമാശ കേട്ട് കൈയടിച്ചതാണ്. ഇപ്പോൾ അവർ വെറുതെ കൈയടിച്ചതാണ്. അത് ആ ശീലത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ നിർത്തി കൊടുക്കുമ്പോൾ അവർ കൈയടിക്കുകയാണ്, അല്ലാതെ സംഗതി ഒന്നും കത്തിയിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ഇംഗ്ലീഷ് ചെയ്തിട്ട് ഇപ്പം ഞാൻ കുറച്ച് മലയാളത്തിൽ ചെയ്തു തുടങ്ങി. അപ്പോൾ മലയാളത്തിൽ ചെയ്യുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു റിലാക്സേഷനാണ്. അത് നമുക്ക് പെർഫോം ചെയ്യുമ്പോൾ അവരുടെ മുഖത്തൊരു സമാധാനം കാണുമല്ലോ. ചിരി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, സമാധാനം കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അല്ല, ഏതെങ്കിലും പരിപാടി ഇങ്ങനെ അവതരിപ്പിച്ചിട്ട് ചീറ്റി പോയിട്ടുണ്ടോ? ഇപ്പൊ കഴിഞ്ഞല്ലേ ഉള്ളൂ. ഞാനൊക്കെ ഇഷ്ടം പോലെ ചീറ്റി പോയിട്ടുണ്ട്, ഇഷ്ടം പോലെ കളം മാറി പോയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരു പരിപാടിക്ക് വിളിച്ചിട്ട് ഒരു വലിയ മൊബൈൽ ഫോൺ കമ്പനി ഇവിടെ പരിപാടി നടത്തുക, അവിടെ ഓൾ ഇന്ത്യ തലത്തിൽ നടത്തുന്ന ഒരു പരിപാടിയുടെ കാര്യത്തിലാണ്. അപ്പോൾ അവർ പറഞ്ഞിട്ട് നമ്മുടെ ഷാൻ എന്ന് പറയുന്ന ഹിന്ദി പാട്ടുകാരൻ്റെ ഗാനമേള ഇവിടെ മറൈൻ ഡ്രൈവിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവരെന്നെ വിളിക്കുമ്പോഴൊക്കെ അവർ വിളിക്കുമ്പം ഹിന്ദി ഇവന്റ് മാനേജ്മെന്റുകാരെ വിളിക്കുന്നത്. എനിക്ക് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് ബാക്കി മിമിക്രിക്കാരെ ആരെയും വിളിച്ചിട്ട് ഇവർക്ക് പിടുത്തം കിട്ടില്ല. നേരെ എന്നെ വിളിച്ചു, ഞാൻ വില പറഞ്ഞു. അപ്പോൾ എന്നോട് എത്ര രൂപയാണ് 1 man ഷോയ്ക്ക് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ 5000 രൂപ എന്ന് പറഞ്ഞു. അവരെ അപ്പം തന്നെ സമ്മതിച്ചു. കാരണം ബാക്കി എല്ലാ സംസ്ഥാനത്തിനും ഇതിന് 5 ലക്ഷം രൂപ ദൂരം കൊടുത്തോണ്ടിരിക്കുക അവര്. നമുക്ക് മാത്രം 5000 രൂപ. എനിക്കാണെങ്കിൽ അന്ന് 500 രൂപ ഉള്ളൂ. ഞാൻ 5000 രൂപ കയറ്റി വെച്ചിട്ട് 10 ഇരട്ടി കിട്ടുന്ന സന്തോഷത്തിൽ ഞാൻ നിൽക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു ഫസ്റ്റ് ഞാൻ സ്റ്റേജിലേക്ക് വരണം, ദെൻ ഗ്രാബ് ദ ഓഡിയൻസ് ആൻഡ് ഗീവ് ഇറ്റ് ടു ഷാൻ. അതാണ് എൻ്റെ ജോലി. ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഈ നേവൽ ബേസിൽ നിന്നും അവിടെ നിന്ന് ഇവിടുന്ന് ഉള്ള ഹിന്ദിക്കാർ മുഴുവൻ വന്ന് മറൈൻ ഡ്രൈവ് ഇരിക്കുക. മലയാളികളാകെ 20 പേരെ കണ്ടേ ഉള്ളൂ അതിനകത്ത് ഹിന്ദിക്കാരെ വന്നേക്കുന്നത്. ഞാൻ അവിടെ ചെന്ന് ഫസ്റ്റ് സ്റ്റേജിൽ കയറിയിട്ട് VS അച്യുതാനന്ദൻ്റെ ശബ്ദവും ഉമ്മൻചാണ്ടി സാറിൻ്റെ ശബ്ദമൊക്കെ ചെന്നിട്ട് ഹിന്ദിക്കാർ കൂവാൻ തുടങ്ങിയിട്ട് നിർത്താതെ കൂവാ ഹിന്ദിക്കാർ. അപ്പോൾ അവിടെ വലിയ പ്രൊജക്ടർ സ്ക്രീനുകൾ വെച്ചിട്ടുണ്ട് 5-6. എനിക്ക് സ്റ്റേജിൽ നോക്കിയാൽ ഈ സ്ക്രീനിൽ എനിക്ക് എൻ്റെ മുഖം തന്നെ കാണാം. ഒരു തുള്ളി രക്തമില്ലാതെ ഞാൻ സ്റ്റേജിൽ നിന്നിട്ട് ഇങ്ങനെ നിന്ന് പരിപാടി ചെയ്യുക. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി എന്തേലും അവർ 10 മിനിറ്റ്സ് എന്നാണ് പറഞ്ഞത്, ഇത് 9 മിനിറ്റായി എന്ന് പറഞ്ഞ് ഈ പൈസ കുറച്ചാലോ എന്ന് ഓർത്തിട്ട് ഞാൻ
10 മിനിറ്റ് നിർത്താതെ ചെയ്തു. അപ്പോൾ എൻ്റെ റൂമിൻ്റെ വാതിക്ക് ഒരു ബ്ലാക്ക് ക്യാറ്റും മിണ്ടിയ ഫ്രൂട്ട്സും ആപ്പിളും ഒക്കെ തരാൻ ഒരാളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ അഡ്വാൻസ് കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് എൻ്റെ റൂം പൊളിച്ചു അവർ. എൻ്റെ റൂം പൊളിച്ചിട്ട് ആ വെള്ളം തന്നോണ്ടിരുന്നവരോട് ഞാൻ ചോദിച്ചു, എനിക്ക് ഇച്ചിരി വെള്ളം തരാമോ പാനിന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒരു മോണിറ്ററിൻ്റെ സൈഡിൽ കുപ്പി മറിഞ്ഞ് കിടപ്പുണ്ട്. അയാൾ എന്നെ ചൂണ്ടിക്കാണിച്ച് തന്നിട്ട് എടുത്ത് കുടിച്ച് വെള്ളം പറഞ്ഞു. ഞങ്ങളുടെ ഒരു പരിപാടിയിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഒരിക്കൽ രണ്ടാൾ വന്നിട്ട് പറഞ്ഞു, സെൻറ്റ് തെരേസാസ് കോളേജിൽ മോണോ ആക്ട് ജഡ്ജായിട്ട് ചെയ്യാൻ 2 പേര് വേണം. പോകാമെന്ന് പറഞ്ഞ് ഞാനും പോയി. എൻ്റെ കൂടെ ഒരു ജയകുമാറേട്ടനും വന്നു. ഞങ്ങൾ 2 പേരും കൂടെ പോയി ജഡ്ജ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ തൊട്ട് ഇവർ പറഞ്ഞു, ഇനി മൊബൈൽ ഓണാക്കരുത്. നമ്മൾ വാഷ്റൂമിൽ പോയാൽ കൂട്ടത്തിൽ ഒരാൾ വന്ന് നിൽക്കും, നമ്മൾ ആരോടെങ്കിലും മിണ്ടുന്നുണ്ടോ എന്ന് നോക്കും. നമുക്ക് അവിടെ കണ്ടസ്റ്റൻസിൻ്റെ ആരുടെയും പേര് വിവരങ്ങൾ തരില്ല, ചെസ്റ്റ് നമ്പർ മാത്രമേ നമ്മളെ വിളിക്കുള്ളൂ. നമുക്കിതൊന്നും അറിയില്ല. ഞാനും ജയകുമാറും കൂടെ അവിടെ ചെന്നിരുന്ന് ഫസ്റ്റ് കൊച്ച് മോണോ ആക്ടിന് വന്നു. ഞങ്ങളെ എല്ലാവരും നോക്കുന്നുണ്ട്, പേനയും പേപ്പറൊക്കെ ഇട്ടിരിക്കും, നിറച്ച് പെമ്പിള്ളേരാണ്. ആ കൊച്ച് വന്നിട്ട്, ദ ഷേക്സ്പിയറിയൻ ഡ്രാമ എക്സ്പീരിയൻസ് which is master the Macbeth of the Othello has temple of the tempest not a star എന്ന് പറഞ്ഞ് ഞാൻ നോക്കുമ്പം ജയകുമാർ അവിടെ തന്നെ ഒരു നോട്ടം. ഇംഗ്ലീഷ് മോണോ ആക്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടാ ഒരക്ഷരം മനസ്സിലാവണം. നമുക്ക് ഗ്യാസ് പൊട്ടിത്തെറിക്കുന്നതാണ് മാർക്കിടാൻ പറ്റും. എന്നിട്ട് കറക്കി കുത്തി ഒരു മാർക്കിട്ട് അങ്ങ് കൊടുത്ത് രക്ഷപ്പെട്ട് പോരുക. ഇതേ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ദീപക്.